അല്ല ഉറങ്ങാണ്. ഒരു 4 വെച്ച് അങ്ങനെ ഇരുന്നു പോയി. ആ എന്താ പാത്രത്തില്? ഇത് ചൂടുള്ള കോയിറച്ചി നേർമ പത്തിരിയാ. നമ്മൾ ശീലത്തിന്റെ പറപ്രശ്ന. ഞാൻ അത്താഴം കഴിച്ചല്ലോ. നമ്മൾ സന്തോഷത്തോടെ തക്കേരിക്കും. നിങ്ങളെ ധിക്കേരിക്കരുത്. തിന്നാട്ടെ. എന്തേ എല്ലാരും കൂടെ? കല്യാണത്തിന് വന്നതാ? അല്ല, തന്റെ 16 അടിയന്തരത്തിന് വന്നാ. എങ്ങനെ ഇത് മണത്തറിഞ്ഞി? ഈ അമുക്കിതപ്പോ ഒന്നുകൂടി. എന്തിനേം കൊണ്ട് പോന്ന്? ഞങ്ങള് വാറുണ്ണിക്ക് കൂട്ടിരിക്കാൻ വന്നാ. ഫസ്റ്റ് അത് വേണ്ടായിരുന്നല്ലോ, ഇവിടെ സ്ഥലം കുറവാ. എന്നാലേ ഞങ്ങൾ ഇത്തിരി നേരം നിലം തൊടാതെ ഇവിടെ ഇരുന്നേച്ച് അങ്ങ് പൊക്കോളാം. ഈ രാത്രി ഇങ്ങനെ ഇറങ്ങി നടന്നാ പുലി നമ്മുടെ കെണിയിൽ വീഴില്ല. പുലി നിങ്ങളെയും കൊണ്ട് പോവും. മനുഷ്യന്റെ ഇറച്ചിയാ മൂപ്പർക്ക് ടേസ്റ്റ് പിടിച്ചേക്കണേ. ചില പ്രത്യേക ജാതിക്കാരുടെ ഇറച്ചിയാണ് പുലിക്ക് ടേസ്റ്റ്. പുലിക്ക് അങ്ങനെ ജാതി മതമൊന്നും ഇല്ലടോ. ആരെ കിട്ടിയാലും ചാമ്പൂ അല്ലേ? അല്ല വക്കീലേ, ഇന്നാണ് ഞമ്മളെ ബിസിനസ് അറിഞ്ഞത്. നാളെ ഞമ്മളെ അന്നമ്മന്റെ മനസമാധാന. മനസമ്മതം ഈ അറിഞ്ഞത്? അതിന്റെ കാശീലവും കാര്യങ്ങളും നടത്തുന്ന ആരാണെന്ന് അറിയാവോ? ഇവൻ, ഈ പോക്കിരി. അച്ഛൻ പറഞ്ഞപ്പോഴില്ലേ ഞാൻ അറിഞ്ഞത്. നന്നായി മോനെ. അതിന്റെ റഹ്മത്ത് പടച്ചോമ്പരാൻ എനിക്ക് തരും. അത്രയ്ക്ക് പാവം പെൺകുട്ടി അത്. അതാണ്. വാറുണ്ണി, അച്ഛനോടൊന്ന് ചോദിക്കണോ? എന്താ എന്താ വേണ്ടേ? മണി 12 കഴിഞ്ഞു. ചെക്കനെയും കുട്ടനെയും കാണാനില്ല. അത് ഞാനെന്ത് വേണം? അങ്ങനെ പറഞ്ഞാ ഇതെങ്ങനെ പറയണം? അവര് വരില്ല. വാറുണ്ണിയുടെ വെപ്പാട്ടെ കെട്ടാൻ അവൻ മനസ്സിലെന്ത്? കത്ത് കൊടുത്തു വിട്ടിരിക്കുന്നു. അച്ചോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? ഒരു പാവപ്പെട്ട കുടുംബത്തെ ഇത്രയും കാലം പോറ്റിയില്ലേ? സ്വന്തം ജീവൻ വരെ കളഞ്ഞ് നാടിന് കാവൽ നിൽക്കുന്നില്ലേ? ഇതൊക്കെ തെറ്റല്ലേടാ? ഞാൻ ചോറ് കൊടുത്ത് വളർത്തിയവനാ. എന്നെ വിശ്വാസമില്ലത്രേ. ഈ ചതിക്ക് അച്ഛനും കൂട്ടുനിന്നതിൽ അവന് വിഷമമുണ്ടെന്നാ എഴുതിയിരിക്കണേ. അന്നമ്മ എന്ത് പറഞ്ഞ സമാധാനിപ്പിക്കുക? അച്ചോ, നിനക്ക് കേട്ടാവോ അവളെ? ഇത് നടക്കണം, നടത്തണം. അതാ നിനക്ക് സമ്മതമാണോ? പാറിന് ചീത്തയാണ് അച്ചോ. ഞാനാടാ വിട്ടി. ഒന്നിരിക്കുമ്പോ മുക്കുമണ്ടം തേടി പോയ വിട്ടി. അച്ഛൻ പറഞ്ഞ ഞാൻ എന്തും ചെയ്യും. തീ കൊണ്ട് തീ ചാടാൻ പറഞ്ഞ ഞാൻ ചാടും. പക്ഷെ അവളെ നിർബന്ധിക്കരുത് അച്ചോ. എല്ലാവരെയും മുമ്പ് വെച്ച് എന്നെ മോശക്കാരനാക്കിയ നാണം കളയുകയും വയ്യ. മോനെ, നീ അറിഞ്ഞോ കാര്യം? പെട്ടെന്ന് തീരുമാനിച്ചതാ, അല്ലെങ്കിൽ നിന്നെ വിളിക്കായിരുന്നു. നീ പിണങ്ങിയിരിക്ക. നിന്റെ പിണക്കം മാറ്റാൻ എന്റെ ഒരു സൂത്രം ഉണ്ടല്ലോ. തുടരുത്. ഓ, ചൂട് കളടി പെണ്ണെ. നിങ്ങളോട് പറഞ്ഞു തുടരുതെന്ന്. മുറിവില്ലാത്ത നായ. നിങ്ങൾ ചതിയനാണ്, ദുഷ്ടനാണ്, ചീത്തയാണ്.
നിങ്ങൾ എനിക്കിനി കാണണ്ട. ഈ നാട്ടിൽ നിങ്ങൾ ജീവിക്കരുത്. അവളെ കൊണ്ട് പൊയ്ക്കോണം എന്റെ മുമ്പിൽ നിന്ന്. അല്ലെങ്കിൽ അല്ലെങ്കിൽ രാജാവിൻ പാർവൈ റാണിயின் பக்கம் தந்தேடுதே சொர்க்கம் பொன்மாலை மயக்கம் பொன்மாலை மயக்கம் ராஜாவின் பார்வை ராணியின் பக்கம் தந்தேடுதே சொர்க்கம் பொன்மாலை மயக்கம் ராஜாவின் ഈ കാട്ടില് പീലിപ്പോസ് മുതലാളിയുടെ സമ്മാന. ഇത് ഇവിടെ ഇടുന്നോ അതോ അവിടെ ഇടുന്നോ? ഇഷ്ടമുള്ളടത്ത്. എന്നാ ഇവിടെ കിടക്കട്ടെ. ആ പിടി. എന്താടാ വാറുണ്ണി, മണിയറക്കട്ടിലാണോ? ആ, നീ ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ കുഞ്ഞച്ഛന് പേ ഇളകി. എന്ന് ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ഞാൻ അങ്ങോട്ട് പോവാ. എന്നാ ഞാനും വരുന്നു. എന്റെ മോനാരുമില്ല. ആന്റോട്ടാ, ആന്റോട്ടാ, എന്നെ ആശുപത്രി കൊണ്ടുപോകും. അച്ചോ, എന്നെ രക്ഷിക്കച്ചോ. ആരെങ്കിലും ഒന്ന് ആശുപത്രി കൊണ്ടുപോയിട്ട് ഫലമില്ല. പേ ഇളകിയ പിന്നെ മരണം ഉറപ്പാ. എന്നാലും അവന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി മറ്റെന്തെങ്കിലും രോഗമാണെങ്കിൽ എങ്ങനെയെങ്കിലും കൊണ്ടുപോവാ. ഇതവന്റെ നഖം കൊണ്ടാ മതി, അപ്പ പകരും. ഇളകുന്ന സമയത്ത് ഒരു ബോധം ഉണ്ടാവില്ല. ഇടയ്ക്ക് ഒരു മിനിറ്റ് ബോധം ഉണ്ടാകുമ്പോഴാ ഇതൊക്കെ വിളിച്ചു പറയണത്. എന്നെ എങ്ങനെങ്കിലും രക്ഷിക്കും. എന്റെ മോൻ അപ്പനില്ലാതാവും. ഭർത്താവേ, എന്നെ രക്ഷിക്ക്. ബത്തേരിയിൽ ഒരു നാട്ടുവൈദ്യനുണ്ട്. അവിടെ എത്തിച്ച മൂപ്പര് മരുന്ന് തരും. മരുന്ന് കൊടുക്കാൻ പറ്റിയ ആള് രക്ഷപ്പെടും. പക്ഷേ അവിടം വരെ എങ്ങനെ കൊണ്ടുപോയി രക്ഷപ്പെടുവോ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേൾക്കലേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ശരി, പക്ഷെ ആര് കൊണ്ടുപോകും? ഞാൻ കൊണ്ടുപോവാ. കൊച്ചുമോനാളി വണ്ടി ഇറക്ക്. നീ വെറുതെ സാഹസം ഒന്നും കാട്ടണ്ട. മനുഷ്യനല്ലേ അച്ചോ, പകരനെ അങ്ങോട്ട് പകരട്ടെ. പറഞ്ഞേ, മാപ്പ്, മാപ്പ്. സൂക്ഷിക്കണം. ഇതാ കെട്ടിക്കോ. എന്റെ നാം കൊള്ളാതെ സൂക്ഷിക്കണം. ഞാൻ കടിക്കാതെ നോക്കണേ. ഒരു തോർത്തോണ്ടാ
എത്താറായില്ലേ? ഇനി 30 കിലോമീറ്ററോട് കാണും. മാപ്പ്. പേടിക്കണ്ട, ഒന്നും വരൂല. മാപ്പ്. നിർത്ത്. എന്തേ? തിരിച്ചു പോവാ. കുഞ്ഞച്ച, ഒക്കെ വെറുതെ ആയല്ലോ. ദൈവം ഇവന് ഇത്ര ആയുസ് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങളെ ഇത് എന്റെ ശിക്ഷയാ. അടുത്ത് ചിലപ്പോ ഞാനാവും. ഒരു കാര്യത്തിൽ കുഞ്ഞച്ചൻ ആശ്വസിക്കുന്നുണ്ടാവും. ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലായിരുന്നപ്പോൾ നീയെങ്കിലും ഉണ്ടായല്ലോ.